ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ടു പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സിലബസ് കേരള PSCയുടെ 10th മെയിൻസിൻ്റെ സിലബസ് പോലെ തന്നെയാണ്. അപ്പം ദേവസ്വം ബോർഡ് എക്സാം ഉള്ളവരും കേരള PSC എക്സാം ഉള്ളവരും ഇതെല്ലാം പഠിക്കുക കേട്ടോ. പിന്നെ ഇതിവിടെ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ സിലബസ് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. പ്രീവിയസ് ഇയറിലെ റിപ്പീറ്റഡ് ആയിട്ടും പ്രധാനപ്പെട്ടതുമായിട്ട് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണരൂപം എന്ത്? നീതി ആയോഗിലെ നീതി അതായത് NITIയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻ ഡി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിലെ നീതി NITIയുടെ പൂർണ്ണരൂപം എന്ത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 1576 നടന്ന ഹാൽഡിഘട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഓപ്ഷൻ ബി, റാണ പ്രതാപും അക്ബറും തമ്മിൽ. 1576 നടന്ന ഹാൽഡിഘട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? റാണ പ്രതാപും അക്ബറും തമ്മിൽ. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം 1795 പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാര്? ഓപ്ഷൻ എ, ധർമ്മരാജ. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം 1795 പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ്? ധർമ്മരാജ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? ഓപ്ഷൻ എ, രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഹസാരിബാഗ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ഹസാരിബാഗ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏത്? ഓപ്ഷൻ ബി, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം കോഴിക്കോട്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ, ജാനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് എന്നാണ്? ജാനുവരി 16. ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി, ഗഗൻയാൻ. ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ പദ്ധതിയുടെ പേര് ഗഗൻയാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏത്? ഓപ്ഷൻ എ, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏത്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം? ഓപ്ഷൻ ബി, കൊയിലാണ്ടി. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം? ഓപ്ഷൻ ഡി, കേരളം. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ? ഓപ്ഷൻ എ, കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ കൈരളി. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല? ഓപ്ഷൻ സി, ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ആലപ്പുഴ. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇൻസ്റ്റാഗ്രാം. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇൻസ്റ്റാഗ്രാം. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി, MRub. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? MRub. ഉത്തർപ്രദേശിലെ ഝാൻസി റാണി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്? ഓപ്ഷൻ സി, വീരാംഗന ലക്ഷ്മിഭായി റെയിൽവേ സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ ഝാൻസി റാണി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് വീരാംഗന ലക്ഷ്മിഭായി റെയിൽവേ സ്റ്റേഷൻ. 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം? ഓപ്ഷൻ ഡി, വിഴിഞ്ഞം. 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്കു കീഴിലെ
ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം വിഴിഞ്ഞം. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 നിയമിതനായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 നിയമിതനായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി 152. കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥ ബന്ധപ്പെടുന്ന സമരം. ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥ ബന്ധപ്പെടുന്ന സമരം വൈക്കം സത്യാഗ്രഹം. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി വാരണാസി. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിൽ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. ശ്രീനാരായണ ഗുരുവിന്റെ രചനകളിൽ പെടാത്തത്. ഓപ്ഷൻ ഡി അരുൾനൂല്. അരുൾനൂല് വൈകുണ്ഠസ്വാമിയുടെ കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ രചനകളിൽ പെടാത്തത് അരുൾനൂല്. ശ്രീനാരായണ ഗുരുവിന്റെ രചനകളിൽ പെടുന്നവയാണ് ദൈവദശകം, നവമഞ്ജരി, ദർശനമാല. അപ്പം അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ശനിയുടെ ഉപഗ്രഹങ്ങളല്ലാത്തത്. ഓപ്ഷൻ ബി ഗ്യാനിമിഡ. ഗ്യാനിമിഡ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. ശനിയുടെ ഉപഗ്രഹങ്ങളല്ലാത്തത് ഗ്യാനിമിഡ്. ശനിയുടെ ഉപഗ്രഹങ്ങളാണ് അറ്റ്ലസ്, ഹെലൻ, പ്രോമെത്യൂസ്. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ശനിയുടെ ഉപഗ്രഹങ്ങൾ. ഉത്തരായന രേഖ കടന്നു പോവാത്ത ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഉത്തരായന രേഖ കടന്നു പോവാത്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കോഡ് ഷോർട്സിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. 2023 മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച ടീമിന്റെ ക്യാപ്റ്റൻ. ഓപ്ഷൻ എ മഹേന്ദ്ര സിംഗ് ധോണി. 2023 മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച ടീമിന്റെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ഡി കോഴിക്കോട്. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി വയനാട്. മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഓപ്ഷൻ സി നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. 2021 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ധോളാവീര സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഗുജറാത്ത്. 2021 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ധോളാവീര സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. ഇന്ത്യയിൽ അഗ്നിപർവ്വതത്തിന് പേര് കേട്ട ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ. ഇന്ത്യയിൽ അഗ്നിപർവ്വതത്തിന് പേര് കേട്ട ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ. പിങ്ക് പോലീസ് വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയ നമ്പർ. ഓപ്ഷൻ എ 1515. പിങ്ക് പോലീസ് വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയ നമ്പർ 1515. ഐക്യരാഷ്ട്ര സംഘടനയിൽ 5 സ്ഥിരാംഗങ്ങളുള്ള ഘടകം. ഓപ്ഷൻ സി സെക്യൂരിറ്റി കൗൺസിൽ. ഐക്യരാഷ്ട്ര സംഘടനയിൽ 5 സ്ഥിരാംഗങ്ങളുള്ള ഘടകം സെക്യൂരിറ്റി കൗൺസിൽ. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ബി ആൽബർട്ട് സാബിൻ. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് സാബിൻ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ വകുപ്പിന്റെ പദ്ധതി. ഓപ്ഷൻ ഡി വയോമധുരം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ വകുപ്പിന്റെ പദ്ധതി വയോമധുരം. വല്ലി എന്ന നോവൽ എഴുതിയത് ഷീല ടോമി. വല്ലി എന്ന നോവൽ എഴുതിയത് ഷീല ടോമി. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണ്? ഓപ്ഷൻ സി മുത്തയ്യ മുരളീധരൻ. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണ്? മുത്തയ്യ മുരളീധരൻ. അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആര്? ഓപ്ഷൻ എ അടൽ ബിഹാരി വാജ്പേയി.
കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തതാരാണ്? അടൽ ബിഹാരി വാജ്പേയി. ഹരിതഗൃഹ വാതകം അല്ലാത്തതേത്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ഹരിതഗൃഹം വാതകം അല്ലാത്തത് ഹൈഡ്രജൻ. അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോകപാലിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ ഡി 8. അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോകപാലിൽ എത്ര അംഗങ്ങളാണുള്ളത്? 8. ഭൂമിയുടെ ഏതു ഭാഗത്തിന് മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? ഓപ്ഷൻ ബി അന്റാർട്ടിക്ക. ഭൂമിയുടെ ഏതു ഭാഗത്തിന് മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? അന്റാർട്ടിക്ക. സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ 124. സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? 124. സ്വർണത്തിന്റെ ആറ്റോമിക ചിഹ്നം ഏത്? ഓപ്ഷൻ എ AU. സ്വർണത്തിന്റെ ആറ്റോമിക ചിഹ്നം AU. പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? ഓപ്ഷൻ സി ദീപ മാലിക്. പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ദീപ മാലിക്. കാറ്റിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അനിമോളജി. കാറ്റിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് അനിമോളജി. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? കർണാടക. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? കർണാടക. 2023 വയലാർ അവാർഡ് നേടിയ കൃതി? ഓപ്ഷൻ സി ജീവിതം ഒരു പെണ്ടുലം. 2023 വയലാർ അവാർഡ് നേടിയ കൃതി ജീവിതം ഒരു പെണ്ടുലം. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി 2024 2025 വയലാർ അവാർഡ് ജേതാക്കളെ കൃതികളെ നോക്കാം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണേ. അപ്പോൾ 2023 തൊട്ട് 2025 വരെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 2025 കൂടെ പറയാം. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. കൃതി കാട്ടൂർ കടവ്. അപ്പോൾ 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛൻ. അപ്പോൾ 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. ഇ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് 2025 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2023 2024 2025 വയലാർ അവാർഡ് ജേതാക്കളെ അവരുടെ കൃതികളും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇതിൻ്റെ ഈ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഈ ചാനലിൽ തന്നെ 2025 കേരളത്തിലെ പുരസ്കാരങ്ങളെല്ലാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും 2025 പുരസ്കാരങ്ങളുടെ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് രണ്ടും പഠിക്കുക കേട്ടോ. പ്രത്യേകിച്ചും കേരളത്തിലെ പുരസ്കാരങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, അതെല്ലാം പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. കറണ്ട് അഫയേഴ്സിലെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ബി ടിം ബർണേഴ്സ്-ലീ. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിം ബർണേഴ്സ്-ലീ. കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത? ഓപ്ഷൻ എ മേരി ക്യൂറി. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത മേരി ക്യൂറി. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളുണ്ട്? ഓപ്ഷൻ സി 9. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളുണ്ട്? 9. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏത്? ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല.
സ്വാമികളുമായി ബന്ധമില്ലാത്ത കൃതി. ഓപ്ഷൻ ഡി ആത്മാനുതാപം. ചട്ടമ്പി സ്വാമികളുമായി ബന്ധമില്ലാത്ത കൃതി ആത്മാനുതാപം. ആത്മാനുതാപം കുര്യാക്കോസ് സീലിയാസ് ചാവറയുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഓക്കെ. അപ്പോൾ ഇവിടെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധമില്ലാത്ത കൃതി ആത്മാനുതാപം. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ കുട്ടികൾക്ക് പഠനസഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതി. ഓപ്ഷൻ എ സ്നേഹപൂർവം. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ കുട്ടികൾക്ക് പഠനസഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതി സ്നേഹപൂർവം. ആഫ്രിക്ക വൻകരയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നത്. ഓപ്ഷൻ ബി മധ്യധരണ്യാഴി. ആഫ്രിക്ക വൻകരയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നത് മധ്യധരണ്യാഴി. തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ മെമ്മറി യൂണിറ്റ്. ഓപ്ഷൻ സി ടെറാബൈറ്റ്. തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ മെമ്മറി യൂണിറ്റ് ടെറാബൈറ്റ്. 2019 നിലവിൽ വന്ന കേരള ബാങ്ക് അഥവാ കേരള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ്. ഓപ്ഷൻ എ ഗോപി കോട്ടമുറിക്കൽ. 2019 നിലവിൽ വന്ന കേരള ബാങ്ക് അഥവാ കേരള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഓപ്ഷൻ ഡി അടൽ ബിഹാരി വാജ്പേയി. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി. GST അഥവാ ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഓപ്ഷൻ ബി 2017 ജൂലൈ 1. GST അഥവാ ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ലോക പുകയില വിരുദ്ധ ദിനം. ഓപ്ഷൻ ഡി മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. പട്ടത്താനം നടന്നിരുന്ന ക്ഷേത്രം. ഓപ്ഷൻ എ കോഴിക്കോട് തളിക്ഷേത്രം. രേവതി പട്ടത്താനം നടന്നിരുന്ന ക്ഷേത്രം കോഴിക്കോട് തളിക്ഷേത്രം. ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? ഓപ്ഷൻ ബി 108. ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? 108. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി. ഓപ്ഷൻ സി JB കൃപലാനി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി JB കൃപലാനി. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അനുച്ഛേദം 19 അവകാശങ്ങൾ സ്വമേധയാ ഇല്ലാതാവുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ്? ഓപ്ഷൻ സി 358. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അനുച്ഛേദം 19 അവകാശങ്ങൾ സ്വമേധയാ ഇല്ലാതാവുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ്? 358. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത്. ഓപ്ഷൻ എ യശ്വന്ത് സിൻഹ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് യശ്വന്ത് സിൻഹ. ഭൗമ ഉച്ചകോടി നടന്ന റിയോ ഡി ജനീറോ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഓപ്ഷൻ സി ബ്രസീൽ. ഭൗമ ഉച്ചകോടി നടന്ന റിയോ ഡി ജനീറോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ബ്രസീൽ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അലങ്കരിക്കാതിരുന്ന വ്യക്തി. ഓപ്ഷൻ എ പി സതീദേവി. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അലങ്കരിക്കാതിരുന്ന വ്യക്തി പി സതീദേവി. ഇപ്പോഴത്തെ കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. ഓർത്തു വെച്ചോണം. ഇപ്പോഴത്തെ കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ് കേട്ടോ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടന സ്ഥാപിച്ചത്. ഓപ്ഷൻ ബി മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടന സ്ഥാപിച്ചത് മേധാ പട്കർ. മഹാരാഷ്ട്രയെ കൂടാതെ ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനം. ഓപ്ഷൻ ബി ഗോവ. മഹാരാഷ്ട്രയെ കൂടാതെ ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത്. ഓപ്ഷൻ ഡി 1959 ഒക്ടോബർ 2. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ 2. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരത്തിന്റെ ഭാഗമായിരുന്നു? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരത്തിന്റെ ഭാഗമായിരുന്നു? പുന്നപ്ര വയലാർ സമരം. ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. ഓപ്ഷൻ ബി ബിമൽ ഹസ്മുഖ് പട്ടേൽ. പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ. ലോകസഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും
ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭരണഘടനാ ഭേദഗതി. ലോകസഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭരണഘടനാ ഭേദഗതി. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ഓപ്ഷൻ ഡി പാബ്ലോ പിക്കാസോ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോ. ബ്രെറ്റൻ വുഡ്സ് സഹോദരിമാർ എന്നറിയപ്പെടുന്നതിൽ ഒന്ന് അന്താരാഷ്ട്ര നാണയനിധിയാണ്, രണ്ടാമതേത്? ഓപ്ഷൻ സി ലോകബാങ്ക്. ബ്രെറ്റൻ വുഡ്സ് സഹോദരിമാർ എന്നറിയപ്പെടുന്നതിൽ ഒന്ന് അന്താരാഷ്ട്ര നാണയനിധിയാണ്, രണ്ടാമതേത്? ലോകബാങ്ക്. സോഷ്യൽ നെറ്റ്വർക്ക് സർവീസുകൾ അല്ലാത്തത് ഓപ്ഷൻ ബി ജാവ. ജാവ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കേട്ടോ. സോഷ്യൽ നെറ്റ്വർക്ക് സർവീസുകൾ അല്ലാത്തത് ജാവ. സോഷ്യൽ നെറ്റ്വർക്ക് സർവീസുകളാണ് ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. ഓക്കെ. തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമാക്കി 1971 ആഗോള ഉച്ചകോടി നടന്നത് ഓപ്ഷൻ സി റാംസാർ. തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമാക്കി 1971 ആഗോള ഉച്ചകോടി നടന്നത് റാംസാർ. കേന്ദ്ര ആസൂത്രണ കമ്മീഷനു പകരമായി നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് ഓപ്ഷൻ എ 2015 ജനുവരി 1. കേന്ദ്ര ആസൂത്രണ കമ്മീഷനു പകരമായി നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. അഭിനവ കേരളം മാസിക തുടങ്ങിയത് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അഭിനവ കേരളം മാസിക തുടങ്ങിയത് വാഗ്ഭടാനന്ദൻ. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൽ കുടുംബശ്രീ നിലവിൽ വന്നത് ഓപ്ഷൻ എ 1998 മെയ് 17. കേരളത്തിൽ കുടുംബശ്രീ നിലവിൽ വന്നത് 1998 മെയ് 17. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന സമ്മാനം ഓപ്ഷൻ സി സ്വരാജ് ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന സമ്മാനം സ്വരാജ് ട്രോഫി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വരാജ് ട്രോഫി കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസ് ടെലഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അതിലെ നോട്ട്സുകൾ പഠിക്കുക കേട്ടോ. ടെലഗ്രാം ചാനലിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫെയർസും GK എല്ലാം നോട്ട്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട എല്ലാത്തിൻ്റെയും കോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നോട്ട്സൊക്കെ അതിലുണ്ട്, പ്രധാനപ്പെട്ട നോട്ട്സ് എല്ലാം അതിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അതൊക്കെ സേവ് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന സമ്മാനം സ്വരാജ് ട്രോഫിയാണേ. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. റെയ്മോണ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ആസാം. റെയ്മോണ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ നിലവിൽ വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഓപ്ഷൻ ഡി വയനാട്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഓപ്ഷൻ എ മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ എ 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. കവിതിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഓപ്ഷൻ ഡി ജാതി മീമാംസ.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ജാതി മീമാംസ. താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏത്? ഓപ്ഷൻ എ ബുധൻ. താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയതെന്ന്? ഓപ്ഷൻ സി 2016 നവംബർ 8. നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയതെന്നാണ് 2016 നവംബർ 8. ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സൗരോർജ്ജ ബോട്ടിൻ്റെ പേര്? ഓപ്ഷൻ എ ആദിത്യ. ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സൗരോർജ്ജ ബോട്ടിൻ്റെ പേര് ആദിത്യ. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം? ഓപ്ഷൻ ബി ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ചണ്ഡീഗഡ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയത്? ഓപ്ഷൻ സി ബീഹാർ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയത് ബീഹാർ. കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? ഓപ്ഷൻ ഡി 746. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? 746. ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത്? ഓപ്ഷൻ സി അമിതാവ് ഘോഷ്. ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത് അമിതാവ് ഘോഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. താഴെ പറയുന്നതിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ രാമൻ നമ്പി. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി രാമൻ നമ്പി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള വ്യക്തികളാണ് കുഞ്ഞാപ്പി, ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ. ഓർത്തു വെച്ചോണേ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള വ്യക്തികൾ കുഞ്ഞാപ്പി, ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ. 1908 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും 1925 ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തീർന്ന ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി ഏണസ്റ്റ് റൂദർഫോർഡ്. 1908 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും 1925 ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായി തീർന്ന ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. മൈലിൻ്റെ ശാസ്ത്രീയ നാമം? ഓപ്ഷൻ സി പാവോ ക്രിസ്റ്റാസ്റ്റസ്. മൈലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാസ്റ്റസ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം? ഓപ്ഷൻ എ ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോകശ്രദ്ധ നേടിയ വെബ്സൈറ്റായ വീക്കിലീക്സ് സ്ഥാപിച്ചതാര്? ഓപ്ഷൻ സി ജൂലിയൻ അസാഞ്ച്. രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോകശ്രദ്ധ നേടിയ വെബ്സൈറ്റായ വീക്കിലീക്സ് സ്ഥാപിച്ചത് ജൂലിയൻ അസാഞ്ച്. തോമസ് മുള്ളർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഫുട്ബോൾ. തോമസ് മുള്ളർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2010 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടിസ്രാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഷാജി എൻ കരുൺ. 2010 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടിസ്രാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഷാജി എൻ കരുൺ. ലോക തപാൽ ദിനം? ഓപ്ഷൻ ഡി ഒക്ടോബർ 9. ലോക തപാൽ ദിനം ഒക്ടോബർ 9. ലോക്സഭാ സ്പീക്കറായി സേവനമനുഷ്ഠിക്കവേ മരണമടഞ്ഞ ആദ്യ വ്യക്തി? ഓപ്ഷൻ സി GMC ബാലയോഗി. ലോക്സഭാ സ്പീക്കറായി സേവനമനുഷ്ഠിക്കവേ മരണമടഞ്ഞ ആദ്യ വ്യക്തി GMC ബാലയോഗി. അന്തർ സംസ്ഥാന കൗൺസിലിൻ്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ ബി 263 വകുപ്പ്. അന്തർ സംസ്ഥാന കൗൺസിലിൻ്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 263 വകുപ്പ്. അപരാഹനം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ഡി ONV. അപരാഹനം ആരുടെ കൃതിയാണ്? ONVയുടെ. ഓക്കെ, അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾ സിലബസിൽ പഠിക്കാനോ നോക്കാനോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേഗം അതെടുത്തൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്